നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. പുതുവർഷാരംഭത്തോടെ ഡൽഹിയും ബീഹാറും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അടുത്ത മാസം തലസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനും ബീഹാറിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുമാണ് സാധ്യതയുള്ളത്. ഇവിടങ്ങളിലെ രാഷ്ട്രീയ പോരാട്ടം ഈ വർഷത്തെ ഏറ്റവും വലിയ സംഭവ വികാസങ്ങളിൽ ഒന്നായിരിക്കും. 243 നിയമസഭാ സീറ്റുകളിലേക്കും 2025 ഒക്ടോബറിലോ നവംബറിലോ ആണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ തിരിച്ചെത്തുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും നിലവിലില്ല. മറ്റൊരു വശത്ത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യവും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമെന്നത് ഉറപ്പ് തന്നെ. 2020 ഒക്ടോബർ നവംബർ മാസങ്ങളിലായി 3 ഘട്ടങ്ങളിലായാണ് ബീഹാറിൽ അവസാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. 243-ൽ 125 സീറ്റുമായാണ് NDA അധികാരത്തിലെത്തിയത്. മറുവശത്ത് പ്രധാന പ്രതിപക്ഷമായ മഹാസഖ്യം 110 സീറ്റുകൾ നേടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിലെ NDA നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. എന്നിരുന്നാലും 2022 ഓഗസ്റ്റിൽ നിതീഷ് NDA വിട്ട് മഹാസഖ്യത്തിൽ ചേർന്നു. 2024 ജനുവരിയിൽ നിതീഷ് കുമാർ വീണ്ടും സഖ്യം മാറ്റി. മഹാസഖ്യ സർക്കാരിൽ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് BJPയുമായി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിച്ചു. നിതീഷ് കുമാർ മഹാസഖ്യം വിട്ട് BJP നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിൽ ചേർന്നത് ഇതാദ്യമായൊന്നുമല്ല. ഇങ്ങനെ JDU 4ാം തവണയും പങ്കാളികളെ മാറ്റി. എന്നാൽ രസകരമെന്ന് പറയട്ടെ, ഓരോ തവണയും നിതീഷ് കുമാർ മുഖ്യമന്ത്രി തന്നെയായി. ഇപ്പോഴിതാ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തന്റെ പാർട്ടിയുമായി ഒത്തുചേരാനുള്ള ഓഫർ നീട്ടിയതിനെ തുടർന്ന് ബീഹാറിലെ രാഷ്ട്രീയ താപനില വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളുമായുള്ള ഒരു ആശയവിനിമയത്തിൽ ഇന്ത്യൻ ബ്ലോക്കിലേക്ക് മടങ്ങാനുള്ള RJD അധ്യക്ഷൻ ലാലു യാദവിന്റെ വാഗ്ദാനത്തിന് നിഗൂഢമായ പ്രതികരണവുമായാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രംഗത്തെത്തിയത്. ലാലു പ്രസാദിന്റെ പുതിയ ഓഫറിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് മാത്രമാണ് നിതീഷ് നൽകിയ മറുപടി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രതിപക്ഷമായ ഇന്ത്യൻ ബോക്സിലേക്ക് ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനും തയ്യാറാണെന്ന് രാഷ്ട്രീയ ജനതാദൾ നേതാവ് ലാലു പ്രസാദ് ബുധനാഴ്ചയാണ് അറിയിച്ചത്. നമ്മുടെ വാതിലുകൾ നിതീഷിനായി തുറന്നിരിക്കുന്നു. അദ്ദേഹം തന്റെ ഗേറ്റുകൾ അഴിക്കണം. ഇത് ഇരുവശത്തേക്കുമുള്ള ആളുകളുടെ സഞ്ചാരം സുഗമമാക്കുമെന്നാണ് ലാലു പ്രസാദ് പറഞ്ഞത്. അതേസമയം സഖ്യത്തിന് സാധ്യതയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് തേജസ്വി പ്രസാദ് അറിയിക്കുന്നത്. കാട്ടിലാടുന്ന ഇല പോലെയാണ് നിതീഷ് കുമാറിന്റെ അവസ്ഥ. അത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വീഴാം. അത് തന്നെയാണ് ബീഹാർ ഇലക്ഷൻ രാജ്യം ഉറ്റുനോക്കാനുള്ള കാരണവും. അത്തരത്തിൽ ഒരു തവണ BJPയിൽ പോയി വീണതിൽ നടുവുളുക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിതീഷിന്. എല്ലാ തരത്തിലും നിതീഷ് BJPക്ക് എതിരായിരിക്കുകയാണിപ്പോൾ. BJPയുടെ പ്രവർത്തികളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും ഇന്ന് നിതീഷ് തന്നെയാണ്. BJPയെ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിതീഷിന് ലാലു പ്രസാദ് യാദവിൽ നിന്ന് ലഭിച്ച ക്ഷണം. JDUവിന്റെ സഹായത്തോടെ ഇനി NDA ഭരണത്തിൽ വന്നാലും ആദ്യം നിതീഷിനെ തന്നെ ചവിട്ടി പുറത്തിടുമെന്നത് നിതീഷിന് വ്യക്തമായി തന്നെ അറിയാം. അത്തരമൊരു അവസരത്തിൽ യാദവ് വെച്ച് നീട്ടുന്ന ഓഫർ നിതീഷ് സ്വീകരിക്കുമെന്നതും ഉറപ്പിക്കാം. മാസങ്ങൾ മുന്നിലുണ്ടല്ലോ. ഇനി വരുന്ന നിതീഷിന്റെ രാഷ്ട്രീയ കളികൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.